ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് മഞ്ഞൾ, നല്ല ശുദ്ധമായ മഞ്ഞൾ നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കി ഉണക്കി പൊടിച്ച് കവറിലാക്കി വെച്ചേക്കാം. ഏകദേശം ഒരു 3/4 കിലോനോളുണ്ട്. നമുക്കിത് ഒരു കൊല്ലത്തേക്കുള്ളത് ഏകദേശം തികയും. അപ്പോൾ ഇത്തരം നല്ലൊരു മഞ്ഞൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് മഞ്ഞൾ വിത്ത് ഞങ്ങൾ പറിച്ചെടുത്തതിൽ ബാക്കി നടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മഞ്ഞളാണിത്. അപ്പോൾ ഈ മഞ്ഞൾ ഇപ്പോൾ നടാൻ പോവുക നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണാനാണ് വിത്ത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ കൂടെ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി. അതായത് ആദ്യം ഭൂമിയിലൊന്നൊരു ചാല് പോലെ നമ്മൾ കോരാം. അതിൽ ആ ചാല് പോലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇത്തൾ, കുമ്മായം അതേപോലത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഞാൻ മണ്ണിടും. ഈ ചാല് പോലെ കോരണോണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മണ്ണ് ഭയങ്കര വേരോട്ടമുള്ള മണ്ണായി മാറും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാല് പോലെ കോരിയിട്ട് ഞാൻ നേരെ മണ്ണിടുന്നത്. ഈ മണ്ണിലത്തെ അമ്ലത്തൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുമ്മായം യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കിനി മണ്ണിട്ട് മൂടാനുള്ള ഒരു പരിപാടിയിലേക്ക് പോവാം. എന്നിട്ടൊരു കൂമ്പാരം പോലെ കൂട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി. ഇനിയിപ്പോൾ പല നാടുകളിലും പല ടൈപ്പാണ്. ഞാൻ ഇപ്പം എൻ്റെ രീതിയിലൂടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കുറേ കൂടെ നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് ഇതിലും നല്ല വിള കിട്ടും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയും എൻ്റെ സമയമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ നിങ്ങളും ചെയ്യുക. എന്തായാലും മണ്ണിൽ വീണ് കഴിഞ്ഞാൽ സാധനം എന്തായാലും മുളയ്ക്കും. അതാണ് സത്യം. കൃഷി ചെയ്യാൻ ഏക്കർ കണക്കിന് ഭൂമിയൊന്നും വേണ്ട. അധ്വാനിക്കാനുള്ളൊരു വലിയ മനസ്സും കൃഷി ചെയ്യാനുള്ളൊരു ചെറിയ മനസ്സുണ്ടെങ്കിലല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. മമ്മൂക്കയുടെ ഈ ഡയലോഗും മനസ്സിൽ ധ്യാനിച്ചാണ്ട് പറമ്പിൽ നന്നായിട്ടാണ്ട് കൊത്തിക്കളക്കുക. ഇതുകൊണ്ടുള്ളൊരു ഗുണം കൂടി ഉണ്ട്. നമ്മളത് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ഇത് വാച്ച് ചെയ്യും. അപ്പോൾ അവരുടെ മനസ്സിലൊരു ചെറിയൊരു കൃഷി ചെയ്യാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഈ നാട്ടിൽ. പല ഇതിൻ്റെ പിന്നിൽ കൂടെ ഓരോ കുട്ടികളൊക്കെ പോയിട്ട് നാശമാണ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഉപദേശിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയ്ക്ക് വീണ്ടും തിരിച്ചു വരാം. ഞാൻ നോർമലി ഇങ്ങനെ ചെയ്യുമ്പോൾ വളമൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വല്ല മറ്റേ ഉണങ്ങിയ ആട്ടും കാട്ട അത് അല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് വിതറി പോകുന്നത് നല്ലതാണ്. നല്ല ഫലപുഷ്ടമായ മഞ്ഞൾ നമുക്കുണ്ടാവും. ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി ആ ചാലിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിളവെടുപ്പ് നമുക്ക് കിട്ടും. പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനീ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ കിട്ടു പോവും. ഞാനതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം വരുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ചിലാണ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ലൈറ്റായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഈ നടേണ്ട രീതി എന്ന് പറയുമ്പോഴേ നമ്മൾ ഇത് തള്ളവിത്താണ് കേട്ടോ. ഇതാണ് തള്ളവിത്ത്. അപ്പോൾ ഈ വിത്ത് നമ്മൾ തള്ളവിത്ത് കുഴപ്പമില്ല. തള്ളവിത്ത് നമ്മൾ സാധാരണ കുഴി ഒഴിച്ച് ഞാൻ കുറച്ച് ഡെപ്തിൽ ഇടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ കുത്തിയൊലിച്ച വെള്ളമൊക്കെ പോകുമ്പോഴേ വിത്ത് പൊന്തി വരും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യണത്. ഓക്കെ, ഇതേപോലെയാണ് നടൽ. അപ്പോൾ ഞാൻ ഈ മറ്റേ സൈഡിൽ കൂടെയൊക്കെ വന്നിട്ടുള്ള വിത്തുകൾ വയ്ക്കുമ്പോൾ ഞാൻ ചെരിച്ചിട്ടാണ് വയ്ക്കുക. അതായത് ആ ഇതിൻ്റെ നാമ്പില്ലേ, ആ നാമ്പ് ചെരിച്ച് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ കരുത്തായിട്ട് ഈ ചെടികൾ വളരും എന്നാണ് കേൾക്കണത്. ഇതാ കണ്ട, അത് ചെരിച്ചാണ് വയ്ക്കുന്നത്. അതായത് അതിൻ്റെ കുമിൾ ആ നാമ്പ് മുകളിലേക്കായിട്ട് വയ്ക്കരുത്, ചെരിച്ച് വയ്ക്കുക. അപ്പോൾ അത്ര സ്ട്രെസ് എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ വളർന്നു വരിക. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഈ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് പിന്നെ
എത്ര സമയം കുത്തിപ്പിടിച്ച് അതിലേക്ക് ഇരുന്ന് പോകുന്നത്. അല്ല, അത്രയും സമയങ്ങളിൽ നമ്മൾ കുറച്ചൊക്കെ ഇത്തരം ഇതിലേക്ക് കടക്കണം എന്നാണ് ശരിക്കും തോന്നുന്നത്. ശരീരത്തിന് നല്ലത്. അതിപ്പോൾ നമുക്ക് ഈ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മുടെ സന്ദേശം ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എത്തിക്കാൻ പറ്റും, നമ്മളിത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ സമയം ഉപയോഗിക്കുക. ഞാൻ അടുത്തൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ വാഴകൾ നടുന്നത്. പല വിധത്തിലുള്ള വാഴകൾ നടാനുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടും. ഈ വാഴ ഇലക്കൊക്കെ ഇപ്പോൾ നല്ല പൈസ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ പിന്നെ വാഴക്കൊല ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അതുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഞാൻ ഇപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്സിങ്ങും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് പറ്റിയ മിസ്സിങ്ങുകൾ കാണിച്ചു തരണം. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കുക, കർഷകർ മണ്ണിൽ കാല് വെച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കൈ വയ്ക്കില്ല എന്ന് ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ. ശരിക്കും സ്വന്തമായിട്ട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ശരിയായ സ്വയം പര്യാപ്തത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോക്കിയോളൂ കേട്ടോ. കുഴിച്ച് വിത്ത് വയ്ക്കേണ്ടതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, എങ്ങനെയാണെന്ന്. കണ്ട, അതേപോലെ ചെരിച്ച് വെച്ചോണ്ടില്ലേ. അപ്പോൾ അങ്ങനെ വയ്ക്കണം. അപ്പോൾ നല്ല കരുത്തായിട്ടുണ്ടാവും. ശരിക്കും ഒരു 5-10 വർഷമായി ഞങ്ങളിപ്പോൾ ഇത് തുടരുന്നത്. ഒരു വെറും 10 വിത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ മഞ്ഞൾ കൃഷി. കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ഈ മഞ്ഞൾ നമ്മൾക്ക് കിട്ടി തുടങ്ങിയിട്ട്. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെന്ന് പറയുന്നതിൽ വളരെ സന്തോഷം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളും ഇത്തരം കൃഷികളിലേക്ക് ചെയ്യണം. നമുക്ക് വിഷമില്ലാത്ത നല്ല ആരോഗ്യപ്രദമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ, അതേപോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൃഷി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കളിത് കണ്ടിട്ട്, നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ ഒരു പ്രാവശ്യം ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു വരും. ഇത് നമ്മൾ വെച്ച തൈകൾ ചിലതൊക്കെ മുളച്ചിട്ടുണ്ട്. 2 മഴ കിട്ടിയത് നമുക്കൊരു അനുഗ്രഹമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, സ്നേഹം, നമസ്കാരം.